എല്ലാവർക്കും സുഖമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് തുടങ്ങിയത് അറിഞ്ഞ് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. ഒരുപാട് ആൾ തന്നെ വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ ബൈജോടെ ഗൂഗിൾ പേ ചെയ്തിട്ടെന്ന് ചോദിക്കുന്നത്. അപ്പം ഗൂഗിൾ പേ നമ്പർ ചോദിച്ചേ, പക്ഷേങ്കിൽ നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചു വെച്ചാൽ പൈസ ആരുടെയൊന്നും വാങ്ങുന്നില്ല. അത് ഗൂഗിൾ പേ ആയാലും ക്യാഷ് ആയാലും നമ്മൾ വാങ്ങുന്നില്ല, സാധനങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ കുറേ വിദേശത്തുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാധനം കൊറിയർ വഴി അയക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു സാധനം ഒരു കൊറിയർ നമുക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ ദൂരെയുള്ളവർക്ക് കൊറിയർ അയക്കൽ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലല്ല. അപ്പോൾ ഒരുപാട് ആൾ വിളിച്ചപ്പോൾ അത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇവിടുന്ന് അയക്കൽ പറ്റില്ല. ഞാനതിനൊരു സൊല്യൂഷൻ കണ്ടു വെച്ചാൽ നമ്മളെ കമ്പിൽ തന്നെയുള്ള ഒരു അനാദി കടയുണ്ട്, ഹോൾസെയിലാണ്. അപ്പോൾ ഇവിടുത്തെ QR കോഡിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ വെക്കുക. അപ്പോൾ ഇതിലേക്ക് പൈസ അയക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ അയച്ചാൽ മതി. അതാകുമ്പോൾ നേരെ ഇവരെ അക്കൗണ്ടിലേക്കായി. പിന്നെ ഈ അയച്ചവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എത്ര കിറ്റാണ് വാങ്ങേണ്ടതെന്നുള്ളതെല്ലാം നമുക്കാവുമല്ല. നമ്മൾ തുടക്കം മുതൽ കിറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന എടുത്ത്. അപ്പോൾ ഇത് നമ്മളെ കമ്പനിയുള്ള കമാലിക്കാൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ മാക്സിമം റേറ്റ് കുറച്ച് ഇവർ തരുന്നുണ്ട്. അപ്പോൾ QR കോഡിൻ്റെ ഫോട്ടോ ഇത് ഞാൻ ഇതിൽ വെക്കുക. നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതിലേക്ക് അയച്ചാൽ മതി. അത് പേഴ്സണലായിട്ട് വാങ്ങുമ്പോൾ അറിയാമല്ലോ പൈസേൻ്റെ കാര്യം. അപ്പോൾ അത് കണക്ക് കാര്യങ്ങൾ എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെയൊന്നും വേണ്ടാന്നുള്ള തുടക്കത്തിൽ തീരുമാനം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ QR കോഡ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അയക്കാൻ ഉദ്ദേശിച്ചവർ ഇതിൽ അയച്ചാൽ മതി എന്നാണ് പറയാനോ കേട്ടോ. ശരി, ഓക്കെ.